നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഗോസിപ്പുകളും എല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നിരുന്നു. അതിലൊന്നാണ് സംഗീത വിജയ് ഡിവോഴ്സ് അഭ്യൂഹം. ഇരുവരും വേർപിരിഞ്ഞുവെന്നും അതിന് കാരണം നടി തൃഷയാണെന്നുമായിരുന്നു പ്രചരണം. ഇടയ്ക്കൊരു അഭിമുഖത്തിൽ സംഗീതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിജയുടെ പിതാവ് ഒഴിഞ്ഞുമാറിയതും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനിടയിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യവും ഭാര്യയും മക്കളും വരാതിരുന്നതും എല്ലാം ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിജയും തൃഷയും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് ഏറെക്കാലമായെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. താരജോഡികളെ ആഘോഷിക്കുന്നവർക്ക് പോലും ഉള്ളിലുള്ള ചോദ്യം ഇപ്പോഴും നിയമപരമായി വിജയുടെ ഭാര്യയായ സംഗീതയെക്കുറിച്ചാണ്. ഡിവോഴ്സിന് ശേഷം തൃഷയ്ക്കൊപ്പം പൊതുവിടങ്ങളിൽ എത്തുന്നതല്ലേ മാന്യത എന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും വിജയ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ഒരു ജനതയെ നയിക്കുന്ന വിജയ്ക്ക് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന വാദം. അതേസമയം ഇതെല്ലാം വിജയുടെ സ്വകാര്യ ജീവിതമല്ലേ എന്ന വാദം പറയുന്നവരുമുണ്ട്. സംഗീതയുടെ ഡിവോഴ്സ് പെറ്റീഷൻ ചൂണ്ടിക്കാട്ടിയാണ് വിജയ്ക്കും തൃഷയ്ക്കും നേരെ വ്യാപക വിമർശനങ്ങൾ വരുന്നത്. സംഗീതയ്ക്ക് ഇപ്പോഴുണ്ടാകുന്ന മാനഹാനിക്ക് അർഹമായ മറുപടി ഇരുവർക്കും നൽകേണ്ടതുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങളുണ്ട്. സംഗീതയ്ക്ക് പ്രതികാരത്തിനുള്ള വഴിയും ചിലർ ഉപദേശിക്കുന്നു. കോടതി നടപടികൾ പരസ്യമാക്കുക എന്നതാണ് ഇതിലൊന്ന്. സംഗീത നേരിട്ട വഞ്ചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരുപക്ഷെ വിജയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കും. രമ്യമായുള്ള വേർപിരിയൽ അല്ലാത്തതിനാൽ കോടതി നടപടികൾ തീരാൻ വർഷങ്ങൾ എടുത്തേക്കും. ജീവനാംശത്തിൽ തർക്കങ്ങൾ തുടരുന്നു. സംഗീത UK സിറ്റിസൺ കൂടിയായതിനാൽ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാണ്. കോടതി നടപടികൾ പരസ്യമായതിൽ വിജയ്ക്കെതിരെ ഇത് രാഷ്ട്രീയ ആയുധം വരെയാകും. വിജയ്ക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവരും. നാണക്കേട് ഭയന്ന് സംഗീത ആവശ്യപ്പെടുന്ന ജീവനാംശം നൽകാൻ വിജയ് തയ്യാറാകേണ്ടി വരുമെന്നുമാണ് ഒരു വാദം. മികച്ച ലോയറെ സംഗീത കൊണ്ടുവരണമെന്നും ഉപദേശങ്ങളുണ്ട്. എന്നാൽ ഇതിന് തടസ്സങ്ങളുമുണ്ട്. വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. അത്രയും പ്രബലനെതിരെ ശക്തനായ വക്കീലിനെ എത്തിക്കുക ശ്രമകരമാണ്. അതേസമയം സംഗീതയും കുടുംബവും പണവും സ്വാധീനവും ഉള്ളവരാണ്. മാത്രമല്ല, കോടതി നടപടികൾ പരസ്യമാക്കണമെന്ന ഒരു പക്ഷത്തിന്റെ മാത്രം ആവശ്യം അംഗീകരിക്കപ്പെടില്ല. മറ്റൊരു ഉപദേശം തന്റെ ജീവിതത്തെക്കുറിച്ച് സംഗീത ഒരു പുസ്തകം എഴുതുക എന്നതാണ്. പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ വിജയ്ക്കും തൃഷയ്ക്കും വലിയ തലവേദനയാകും. അതേസമയം ഇതിന് സംഗീത തയ്യാറല്ല. അർഹമായ ജീവനാംശം നൽകി വിവാഹമോചനം അനുവദിക്കുക എന്നതാണ് സംഗീതയുടെ ആവശ്യം. നീലാങ്കരയിലെ വീട് തനിക്ക് വേണമെന്നും സംഗീത ആവശ്യപ്പെടുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വിജയ് എന്തുകൊണ്ടാണ് സംഗീത ആവശ്യപ്പെടുന്ന ജീവനാംശം നൽകുന്നില്ല എന്നാണ് പലരുടെയും ചോദ്യം. 2 പതിറ്റാണ്ടിലേറെയായി വിജയുടെ ഭാര്യയാണ് സംഗീത. 2 മക്കൾ. ഇവർ രണ്ടുപേരും സംഗീതയ്ക്കൊപ്പം. വഞ്ചനയാണെന്നാണ് സംഗീതയുടെ ആരോപണം. ഇവയെല്ലാം മുൻനിർത്തി അർഹമായ ജീവനാംശം സംഗീതയ്ക്ക് നൽകാൻ കോടതി ആവശ്യപ്പെടുമെന്നാണ് സംഗീതയെ അനുകൂലിക്കുന്നവരുടെ വിശ്വാസം. എന്നാൽ 27 വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് സംഗീത വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത്. ഭർത്താവ് വിജയ്ക്ക് 2021 ഏപ്രിൽ മുതൽ ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നാണ് ഹർജിയിൽ സംഗീത ആരോപിക്കുന്നത്. വിജയ്ക്കൊപ്പം എപ്പോഴും കണ്ടിരുന്ന സംഗീത ഒരു ഘട്ടം എത്തിയപ്പോൾ പൊതുവിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം യോഗ്യയായ ജീവിത പശ്ചാത്തലമായിരുന്നു വിജയെ പരിചയപ്പെടും മുൻപ് തന്നെ സംഗീതയുടേത്. ഇപ്പോൾ 400 കോടി രൂപയുടെ ആസ്തി ഇവർക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആരാധനയിൽ നിന്നാണ് വിജയ് സംഗീത ബന്ധം ആരംഭിക്കുന്നത്. ലണ്ടനിലെ വ്യവസായിയായ ശ്രീലങ്കൻ തമിഴ് വംശജൻ സ്വർണലിംഗത്തിന്റെ മകളാണ് സംഗീത. ഒരു കാലത്ത് വിജയുടെ കടുത്ത ആരാധികയായിരുന്നു സംഗീത. പൂവേ ഉനക്കാകെ എന്ന സിനിമ കണ്ടതോടെ വിജയോടുള്ള ഇഷ്ടം കൂടി. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന സംഗീത ആരാധ്യ പുരുഷനെ കാണാൻ വേണ്ടി മാത്രം ഇന്ത്യയിലെത്തി. ചെന്നൈ ഫിലിം സിറ്റിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സംഗീതയുടെ സംസാരവും പെരുമാറ്റവും വിജയ്ക്കും ഇഷ്ടമായി. സംഗീതയുടെ ചെന്നൈയിലെ വീട് വിജയുടെ വീടിനടുത്തായിരുന്നു. വിജയുടെ മാതാപിതാക്കൾക്കും സംഗീത ഇഷ്ടമായതോടെ ആ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങി. വിജയുടെ പിതാവ് ചന്ദ്രശേഖർ സംഗീതയുടെ പിതാവ് സ്വർണലിംഗവുമായി സംസാരിച്ചു. അങ്ങനെ വിജയ് സംഗീത ബന്ധം ഒരു അറേഞ്ച്ഡ് ലവ് മാരേജായി. വിജയ് ക്രിസ്തു മതത്തിൽപ്പെട്ടയാളും സംഗീത ഹിന്ദു മതത്തിൽപ്പെട്ട ആളുമായിരുന്നു. 1999 ഓഗസ്റ്റിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ലണ്ടനിൽ വെച്ച് ക്രൈസ്തവ ആചാരപ്രകാരവും തമിഴ്നാട്ടിൽ വെച്ച് ഹൈന്ദവ ആചാരപ്രകാരവും വിവാഹം നടന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നതിനൊപ്പം വിജയുടെ സിനിമാ ജീവിതത്തിലും എല്ലാവിധ പിന്തുണയുമായി അവർ ഒപ്പം നിന്നു. ടിപ്പിക്കൽ ഹൗസ് വൈഫ് എന്നാണ് വിജയുടെ അമ്മ സംഗീതയെ വിശേഷിപ്പിച്ചിരുന്നത്. വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ടായിട്ടും വിജയുടെയും മക്കളുടെയും കാര്യങ്ങൾ നേരിട്ട് നോക്കി നടത്തുന്നതിലായിരുന്നു സംഗീതയ്ക്ക് താല്പര്യം. വിജയ് സംഗീത ദമ്പതിമാർക്ക് 2 മക്കളാണുള്ളത്. ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ.
എന്തുകൊണ്ടാണ് വിജയ് ഭാര്യയോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന ചോദ്യം ആരാധകർക്ക് പോലുമുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി വിവാഹിതരാണിവർ, 2 മക്കളുടെ മാതാപിതാക്കൾ. പഴയ അഭിമുഖങ്ങളിൽ സംഗീതയെക്കുറിച്ച് സ്നേഹത്തോടെയാണ് വിജയ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഒരു നടിയുമായി വിജയ്ക്കുള്ള ബന്ധം തന്റെ വിവാഹത്തെ ബാധിച്ചു എന്നാണ് സംഗീത പറയുന്നത്. 2021 നടിയുമായി വിജയ്ക്കുള്ള ബന്ധം സംഗീത കണ്ടെത്തുന്നത്. ഈ നടി തൃഷയാണെന്ന വാദം ശക്തമാണ്. മൂവരെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോക്ഡൌൺ കാലത്തായിരിക്കാം വിജയ് സംഗീത വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായതെന്ന കുറിപ്പിൽ പറയുന്നു. സംഗീതയെക്കുറിച്ച് വിജയുടെ അമ്മ സംസാരിക്കുന്ന ഒരു അഭിമുഖമുണ്ട്. മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ നൽകുന്ന അമ്മയാണ് സംഗീത എന്ന് അവർ പറഞ്ഞിരുന്നു. വിജയ് ആ സമയത്ത് സിനിമകളുടെ തിരക്കിലാണ്. ഈ കംഫർട്ടബിൾ പാറ്റേണിൽ അവരുടെ ബന്ധം മുന്നോട്ടു പോയി. പരസ്പരമുള്ള സ്നേഹം കുറഞ്ഞു. വിജയ് ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുമ്പോൾ സംഗീത മക്കളെയും നോക്കി ചെന്നൈയിലും ലണ്ടനിലും കഴിഞ്ഞു. ഇത്തരം ബന്ധങ്ങൾ തകരുക എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ്. അതായിരുന്നു ലോക്ഡൌൺ. 2021 തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് സംഗീത അറിഞ്ഞത്. അതുവരെ മക്കൾക്കൊപ്പം ലണ്ടനിലായിരുന്നു സംഗീത എന്ന് തോന്നുന്നു. സംഗീത പോയപ്പോൾ വലിയ ബംഗ്ലാവിൽ വിജയ് ഒറ്റപ്പെടൽ അനുഭവിച്ചിരിക്കാം. അങ്ങനെയായിരിക്കാം തൃഷയുടെ കടന്നുവരവ്. ലോക്ഡൌൺ കാലം പല വിവാഹ ബന്ധങ്ങളെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. പരസ്പരം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ നിർബന്ധിതരാകേണ്ട സാഹചര്യമായിരുന്നു അത്. അതായിരിക്കാം സംഗീത വിജയ് ബന്ധത്തെ ബാധിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ വന്ന ചർച്ചയിൽ പറയുന്നു. തൃഷ വിജയ്ക്കൊപ്പം അഭിനയിക്കുന്നത് നിർത്തിയ കാലത്ത് നടനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവർ വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചത്. താൻ വിവാഹിതയാകാത്തതിനെ കുറിച്ച് ചില അഭിമുഖങ്ങളിൽ തൃഷ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിവാഹമോചനത്തിൽ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാവുന്ന ടൺ കണക്കിന് ദമ്പതികൾ വിവാഹബന്ധത്തിൽ നിലനിൽക്കുന്നത് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ്. എനിക്കറിയാം ഇവരെ. ചിലരെന്റെ സുഹൃത്തുക്കളാണ്. അവർ തീരെ സന്തോഷത്തിലല്ല. കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ബന്ധത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു വിവാഹം തനിക്ക് വേണ്ട എന്നാണ് തൃഷ പറഞ്ഞത്. വിവാഹം നടന്നില്ല എങ്കിൽ അതിൽ നിരാശപ്പെടില്ല. വിവാഹത്തിനല്ല പ്രാധാന്യം. എനിക്ക് പ്രണയത്തിലാകണം. ഒറ്റയ്ക്ക് ജീവിക്കാനാകില്ല. വിവാഹം രണ്ടാമതാണ്. പക്ഷെ എനിക്ക് തീർച്ചയായും പങ്കാളി വേണം. അതെനിക്ക് നിർബന്ധമാണ്. ജീവിതം പങ്കുവയ്ക്കാനും ഒരുമിച്ച് ജീവിക്കാനും തനിക്ക് ഒരാൾ വേണമെന്നും അന്ന് തൃഷ പറഞ്ഞിട്ടുണ്ട്. സംഗീത ഇന്ന് ചെന്നൈയിലാണോ അതോ ലണ്ടനിലാണോ എന്ന് വ്യക്തമല്ല. പൊതുവിടങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന ആളാണ് സംഗീത. വിജയ്ക്കൊപ്പം കഴിഞ്ഞ നാളുകളിലും അപൂർവമായേ സംഗീത പൊതുവിടങ്ങളിൽ എത്തിയിട്ടുള്ളൂ. അതേസമയം വിവാഹമോചനം നീട്ടിക്കൊണ്ടു പോകുന്തോറും വിജയ് തൃഷ വിവാഹം നീളില്ലേ എന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ താരവിവാഹം ഉണ്ടാകുമെന്ന് ഇതുവരെ അടുത്ത വൃത്തങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. സിനിമകളുടെ തിരക്കിലാണ് തൃഷ. കറുപ്പാണ് തൃഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.